ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഒടുവിൽ അവർ എന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചുണ്ടായിരുന്നില്ല എന്ന് മാർട്ടിൻ നിമോളർ പറഞ്ഞത് നാസിക്കാലത്ത് മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഏകാധിപത്യ പ്രവണതയുള്ള എല്ലാ കാലത്തും അത് ഓർമ്മിക്കപ്പെടും. വോട്ട് വേണ്ടിയിടത്ത് നേർച്ചയും സ്നേഹയാത്രയും നടത്തുന്നവരുടെ ആട്ടിൻതോൽ അഴിഞ്ഞ് വീഴുന്നുണ്ട് ആധിപത്യമുള്ളിടത്തെ ആക്രമണങ്ങളിൽ. എന്നിട്ടിപ്പോഴും ചേർത്തു നിർത്തുന്നവരോട് മണിപ്പൂരും മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒഡീഷയും ഇപ്പോഴും എപ്പോഴും ഓർക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അത്യന്തം അപകടകരമായ അപരമത വിദ്വേഷം ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് എത്ര അടക്കി വെച്ചാലും എത്ര അഭിനയിച്ചാലും അറിയാതെ പുറത്തു വരുന്നതും അച്ചടിച്ചു വരുന്നതും. അടുത്തത് ആരെ തേടി എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി KT കുഞ്ഞിക്കണ്ണൻ, പ്രിൻറ്റു മഹാദേവ് BJP പ്രതിനിധി, ഫാദർ ആന്റണി വടക്കേക്കര സിറോ മലബാർ സഭാ വക്താവ്, ഷൈജു ആന്റണി അൽമായ മുന്നേറ്റം പ്രതിനിധി. ആദ്യം ഞാൻ സഭയുടെ ഭാഗമായി നിൽക്കുന്ന പ്രതിനിധി എന്ന നിലയ്ക്ക് ഷൈജു ആന്റണിയിലേക്ക് പോകുന്നു. ശ്രീ ഷൈജു ആന്റണി, ഇപ്പോൾ സഭാ വക്താവ് അല്പസമയത്തിനകം വരും. പക്ഷേ അതിനു മുൻപ് സഭയുടെ ഭാഗമായി നിൽക്കുന്ന ആളെന്ന നിലയ്ക്ക് ഇപ്പോൾ ജബൽപൂരിൽ നടന്ന ആക്രമണങ്ങൾ, അതിനോട് BJP പ്രതിനിധികൾ, കേരളത്തിലെ പ്രതിനിധികൾ, കേന്ദ്ര സഹമന്ത്രി തന്നെ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് കണ്ടു. അപ്പോൾ അതിൽ നിയമപരമായ നടപടികളാണ് നടക്കുക എന്നും പറഞ്ഞു. ഇതുവരെ ഒരു അറസ്റ്റ് ഉണ്ടായത് അറിയില്ല. മാത്രമല്ല, V മുരളീധരന്റെ പ്രതികരണം കണ്ടല്ലോ, കോൺഗ്രസുകാരാണ് ആക്രമിച്ചതെന്ന്, ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് എന്ന് ആക്രമിക്കപ്പെട്ട ഫാദർ തന്നെ പറയുന്നു, തൃശൂർ സ്വദേശിയായ ഫാദർ തന്നെ പറയുന്നു. ഈ ആക്രമണങ്ങൾ ഈ ഘട്ടത്തിൽ വർദ്ധിച്ചതിനോട് എന്താണ് പ്രതികരണം? രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജബൽപൂർ ഉണ്ടായ ആക്രമണം, അവിടെ രണ്ട് വൈദികരാണ് അതിനകത്തുള്ളത്. ജബൽപൂർ ബിഷപ്പ് ഹൗസിലെ വികാരി ജനറലും ജബൽപൂർ ബിഷപ്പ് ഹൗസിലെ പ്രൊക്കുറേറ്റർ, ഈ രണ്ട് വൈദികരാണ് ഇതിനെക്കുറിച്ച് വിവരങ്ങൾ പറയുന്നത്. ഈ പ്രൊക്കുറേറ്റർ എന്ന് പറയുന്ന അച്ഛൻ എറണാകുളം അങ്കമാലി അതിരൂപതക്കാരനാണ്, ചേർത്തലക്കാരനാണ്. ഈ അച്ഛനുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു. അപ്പം അച്ഛൻ പറയുന്നത്, ഈ അവിടെ നിന്ന് വരുന്ന ഈ ആളുകൾ 120 കൊല്ലം പഴക്കമുള്ള മംഗള എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു പള്ളിയിലെ മനുഷ്യരെയാണ് അവിടെ ഒരു തീർത്ഥയാത്രയ്ക്ക് വരുന്നത്. 120 കൊല്ലമാണ് പഴക്കമുള്ള ആ പള്ളി. ആ പള്ളിയിലെ മനുഷ്യർ തീർത്ഥയാത്രയ്ക്ക് വരുന്നു. അവർ തീർത്ഥയാത്രയ്ക്ക് വന്ന് ഒരു പള്ളിയിൽ കയറുന്നു. ആ പള്ളിയിൽ കയറുമ്പോൾ കുറേ സംഘം ആളുകൾ ഇവിടുന്ന് വരുന്നു. അതിനുശേഷം അവരവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വഴിയിൽ വെച്ച് തടയുന്നു. അങ്ങനെ തടഞ്ഞ് വലിയൊരു ഇഷ്യൂ ആകുന്നു. ഇവരെ പോലീസുകാർ വന്ന് ഈ തീർത്ഥാടക സംഘത്തെ അങ്ങനെ തന്നെ പിടിച്ചു കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. അങ്ങനെ ഇവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തി എന്നറിഞ്ഞ് രാവിലെ 11 മണിക്ക് ബിഷപ്പ് ഹൗസിൽ നിന്ന് പ്രൊക്കുറേറ്ററും വികാരി ജനറലും കൂടി എന്താണ് സംഭവമെന്ന് അന്വേഷിക്കാൻ വേണ്ടി അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് അവിടെ നിൽക്കുന്ന ഈ പുറത്ത് നിൽക്കുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ ഈ അച്ഛന്മാരെ ആക്രമിക്കുന്നത്. പോലീസുകാർ അവരെ ആരെയും തടുക്കുന്നില്ല. അവരാക്രമിച്ചു എന്ന് പറഞ്ഞ് 2 വൈദികരെ കൂടി ആക്രമിക്കാൻ കിട്ടി എന്ന് പറഞ്ഞ് അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുന്ന വീഡിയോ ആ പ്രദേശങ്ങളിൽ മുഴുവൻ പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് ഈ വൈദികർ അതിനകത്തേക്ക് കയറിയിട്ട് 11 മണിക്ക് കയറിയിട്ട് രാത്രി ഏതാണ്ട് 6-7 മണി വരെ അവർ പോലീസ് സ്റ്റേഷനിൽ ഈ 2 വൈദികരെയും അവിടെ ഇരുത്തുകയാണ്. ഇതത്ര നിസ്സാരമായൊരു കാര്യമല്ല. അവർ പറയുന്നത്, ഞാൻ സംസാരിച്ച ഈ ജോർജ് അച്ഛൻ പറഞ്ഞത്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തികച്ചും ആദിവാസികളായ മനുഷ്യരാണ് ഈ മംഗള ഗ്രാമത്തിലുള്ളത്. ഈ ആദിവാസികളായ മനുഷ്യരുടെ കൂട്ടത്തിൽ നിയമം പഠിച്ചവരുണ്ട്, ഡോക്ടർമാരുണ്ട്. അവർക്കെല്ലാവർക്കും 120 വർഷമായി ഈ ക്രിസ്ത്യൻ മിഷണറിമാർ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു. അവരിൽ പലരും ഇവരെ തെറി വിളിക്കുന്നത്, ഈ ഇത്തരം മനുഷ്യർക്ക് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുത്തു എന്ന് പറഞ്ഞു കൂടിയാണ് എന്ന് ഓർക്കണം. അതായത് ആദിവാസികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ആ സ്ഥാപനങ്ങൾ നടത്തുന്ന വൈദികർ കരുതുന്നത്. അതാണ് ഇവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം. അതിൻ്റെ പേരിൽ ഇവർ കയറി അങ്ങോട്ട് ആക്രമിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവരെല്ലാവരും വിദ്യാഭ്യാസമുള്ള മനുഷ്യരാണ് ഈ തീർത്ഥയാത്രയ്ക്ക് വന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ പുറത്ത് നിന്ന് ബജ്രംഗ് ദൾ പ്രവർത്തകർ വന്നിട്ട് ഈ ഹൈന്ദവ പ്രാർത്ഥന ഉരുവിടാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു സ്ത്രീ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ചൊല്ലൂ, ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന ചൊല്ലിക്കോളാം. ഈ ആദിവാസികൾക്ക് പോലും എന്തുമാത്രം വിദ്യാഭ്യാസം ഉണ്ടെന്ന് ആലോചിച്ചു.
അങ്ങനെ അത്ര ശക്തമായ ഒരു കാര്യമാണ് അവിടെ നടന്നത്. തൊട്ടുപുറകെ ഒഡീഷയിൽ നടന്നത് എന്താണ്? തൊട്ടുപുറകെ ഒഡീഷയിൽ നടന്നത് അവിടെ ജുബ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു ആദിവാസികൾ തന്നെ, അവിടെയും ആദിവാസികൾ, ആ ആദിവാസികളുടെ പേര് കുയി എന്നാണെന്ന് തോന്നുന്നു, കാന്ധമാലിലുണ്ടായിരുന്ന അതേ ആദിവാസി വിഭാഗം. ആ ആദിവാസി വിഭാഗത്തിൻ്റെ വീടുകളിൽ പോയി കഞ്ചാവുണ്ട് എന്ന് പറഞ്ഞ് ഒരു സംഘം പോലീസുകാർ ആ ആദിവാസികളുടെ വീടുകളിൽ പോയി കൊള്ളയടിക്കുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇത്തിരി ഉണ്ടായിരുന്ന ഭക്ഷണം എടുത്ത് വാങ്ങുന്നു. അങ്ങനെ ആ ഭക്ഷണം എടുത്ത് വലിച്ചെറിഞ്ഞ് കളയുന്നു. അവരുടെ ധനം, അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവനും വലിച്ചു വാരിയെടുക്കുന്നു. അങ്ങനെ ആ ഒരു ഗ്രാമം മുഴുവൻ കൊള്ളയടിച്ചിട്ട് പിന്നീട് നിങ്ങൾ ആലോചിച്ച് നോക്കണം, പിന്നീട് ഈ പള്ളിയിലേക്ക് വന്നിട്ട് ഈ പള്ളിയിലെ അച്ഛനെ തല്ലുകയും അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന 20,000 രൂപ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പോലീസുകാരാണ്. എന്താണ് നടക്കുന്നത്? അതിഭീകരമായ ക്രൈസ്തവ വേട്ടയാണ് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത്. ഞാൻ പറയുന്നത്, ഇത്തരം വേട്ടകൾ നടന്നിട്ട് ആ വേട്ടകളുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ അവർക്കത് പൊളിറ്റിക്കലി ഗുണകരമാണ്. എന്നാൽ കേരളത്തിലേക്ക് വന്നാൽ അവർക്കത് പൊളിറ്റിക്കലി ഗുണകരമല്ല. അതുകൊണ്ട് കേരളത്തിനകത്ത് BJPക്കാർ ക്രൈസ്തവ സ്നേഹവും കേരളത്തിന് പുറത്ത് നോർത്ത് ഇന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ ക്രിസ്ത്യാനികളെ കൊല്ലുകയും ചെയ്യുന്ന ഒരു രീതി അവലംബിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിനെ അത്ര നിസാരവൽക്കരിച്ച് കാണാൻ ക്രൈസ്തവ നേതാക്കൾ തയ്യാറാകരുത്. ക്രൈസ്തവരിൽ തന്നെ ചില വൈദികരെല്ലാം വളരെ നിസ്സാരമായിക്കൊണ്ട് ഇത് കോൺഗ്രസ്സുകാർ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ചില പോസ്റ്റുകളൊക്കെ കണ്ടു. അവരോടൊക്കെ സഹതാപമെന്നേ പറയാനുള്ളൂ. കാരണം അവരാദ്യം തങ്ങളുടെ സഹവൈദികരെ വിളിച്ച് ചോദിക്കണം എന്താണ് അവിടെ നടക്കുന്നതെന്ന്. ഈ ജോർജ് അച്ഛൻ എന്നോട് പറഞ്ഞത്, ഇവിടെ ക്രിസ്ത്യാനികൾ കൂടുന്നിടത്തെല്ലാം വന്ന് ബഹളമുണ്ടാക്കുന്നത് പതിവാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ വലിയ പുത്തരിയില്ല. പക്ഷേ ആദ്യമായിട്ടാണ് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് എനിക്ക് സഹിക്കേണ്ടി വന്നത്. എന്നെ തെറി വിളിക്കുന്നതും ഞാൻ ഇതിലെ ഉടുപ്പിട്ട് നടന്നു പോകുമ്പോൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ തെറി വിളിക്കുന്നതും, ഞങ്ങൾ കൂട്ടമായി നടക്കുമ്പോൾ മതപരിവർത്തനമാണെന്ന് ആരോപിച്ച് ഞങ്ങളെ എല്ലാവരെയും സമൂഹത്തിൻ്റെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കുന്നതും ഒക്കെ പതിവാണെന്ന്. അതൊരു സാധാരണ സംഭവമായി, ഒരു നോർമലൈസ്ഡ് ആയ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്മൃതി ചോദിച്ച ചോദ്യം അടുത്തതാരെ എന്നാണ്. ഇത് അടുത്തതാരെ എന്നല്ല. ഇത് ആദ്യത്തെ കാര്യം ഇസ്ലാമിനായിരുന്നു, അത് നടന്നു. രണ്ടാമത്തത് അവർ ഏറ്റെടുക്കുമ്പോൾ ക്രിസ്ത്യാനിയും ദളിതനും ആദിവാസിയും ഒരുമിച്ച് പീഡിപ്പിക്കപ്പെടുന്നു. വടക്കേ ഇന്ത്യയിൽ പള്ളികൾക്ക് നേരെയും കന്യാസ്ത്രീകൾക്ക് നേരെയും വൈദികർക്ക് നേരെയും ആക്രമണം ഉണ്ടാകുന്നത് പുതിയ കാര്യമല്ല. പക്ഷേ അത് കണ്ടില്ലെന്ന് നടിക്കുകയും ഇവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായ നിലപാടുകളിൽ പിന്തുണ നൽകുകയും ചെയ്യുകയാണ് ഇവിടെ ക്രിസ്തീയ സഭകൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗത്തിൽ വന്ന കാര്യം പ്രിന്റു, വർഗീയ ആൾക്കൂട്ടാക്രമണത്തിന് കാരണം പതിവ് പോലെ മതപരിവർത്തനമെന്ന വ്യാജ ആരോപണമായിരുന്നു. പിന്നീട് എത്രയോ ആക്രമണങ്ങളാണ് രാജ്യത്ത് നിർഭയം അരങ്ങേറിയിരിക്കുന്നത്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കനുസരിച്ച് 834 ആക്രമണങ്ങൾ ക്രൈസ്തവർക്കെതിരെ 2024 നടന്നിരിക്കുന്നു. 2023 ഇത് 734 അപ്പോൾ അതിൽ നിന്നും 100 പേർക്ക് കൂടി കൂടുതൽ ആക്രമണം നേരിടേണ്ടി വന്നു. ഏറ്റവും അധികം ആക്രമണം നടന്നിരിക്കുന്നത് UP യിലാണ്. ഈ കണക്ക് കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ദീപികയിലെ ലേഖനം പറഞ്ഞിരിക്കുന്നത്. അതിലടുത്ത വരി ഇതാണ്: ജബൽപൂരിലെ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇന്നലെ സുരേഷ് ഗോപി MP സംയമനം നഷ്ടപ്പെടുന്നത് കണ്ടു. അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ബി കെയർഫുൾ എന്ന മുന്നറിയിപ്പ് ക്രൈസ്തവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നവർക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നത്. എന്താണ് സംസ്ഥാനത്തെ BJPക്ക് പറയാനുള്ളത് പ്രിന്റു? ഒന്നാമതായി പറയട്ടെ, ഈ ജബൽപൂരിൽ നടന്നിട്ടുള്ള ആക്രമണം അങ്ങേയറ്റം നീചവും നിന്ദ്യവും അപലപനീയവുമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് കൃത്യമായിട്ട് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് എന്ന് പറയുന്നത്, ഈ കോൺഗ്രസ് ക്രൈസിസിലാകുന്ന സമയത്ത് പലതരത്തിലുള്ള ബജ്രംഗദളും ഹനുമാൻ സേനയും തവള സേനയും കോക്കാച്ചി സേനയൊക്കെ ഈ പ്രത്യക്ഷപ്പെടുകയും അവർ ചില പ്രത്യേക സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിത്തിരിക്കുകയും ഈ രാജ്യത്ത് മതവിദ്വേഷ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന രീതിയിൽ വിഭാഗീയ നടത്തുന്ന പ്രവർത്തനങ്ങൾ കാണാറുണ്ട്. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചു തന്നെ. കാരണം മുനമ്പം പോലെയുള്ള ഒരു വിഷയത്തിൽ
ക്രൈസ്തവരും അതോടൊപ്പം തന്നെ ക്രൈസ്തവ നേതൃത്വത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള വഖഫ് ബോർഡിൻ്റെ ഭേദഗതി നിയമം പാസ്സായിക്കൊണ്ട് 600ഓളം ക്രൈസ്തവരെ അവരുടെ ജീവിതത്തെ കൈപ്പിടിച്ചുയർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൽ അങ്ങ് നേരത്തെ ഒരു സഭയുടെ പ്രതിനിധി എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയത്തിൻ്റെ ഇരട്ടത്താപ്പായിട്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണങ്ങളെ ഞങ്ങൾ കാണുന്നത്. അങ്ങ് നോക്കി 24 മണിക്കൂറിനുള്ളിൽ BJP ഭരിക്കുന്ന മധ്യപ്രദേശത്തിനകത്ത് ഈ കുറ്റവാളിക്കെതിരെ FIR ഇട്ടു. മുഴുവൻ പ്രതികളെയും പിടിക്കാനുള്ള ശ്രമമായിട്ട് അവിടുത്തെ പോലീസ് മുന്നോട്ട് പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് ജോർജ് കുര്യനെ ഇതിനിടയ്ക്ക് ഒന്ന് ചോദിക്കട്ടെ പ്രിൻജു, ശരി 4 ദിവസം കഴിഞ്ഞ പ്രിൻജു, ഒരു കാര്യം കൂടി. ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞ തവളസേന എന്നൊക്കെ പറയുന്ന ഈ ബജ്രംഗ് ദൾ എന്നാണ് കോൺഗ്രസിന്റെ ഭാഗമായത്, ഒന്ന് പറയാമോ? കാരണം അത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന് ബോധ്യമായിട്ടില്ല. കാരണം അവരുടെ കണക്കിൽ 2024 ക്രൈസ്തവർക്കെതിരെ നടന്നിരിക്കുന്ന 834 ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഈ താങ്കൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള തവളസേനയാണോ? ഏതാണ് ഈ തവളസേന? നിങ്ങൾ എന്നാണ് ബജ്രംഗ് ദളിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ തുടങ്ങിയത്? തീർച്ചയായും നോക്കൂ, അല്ല നിങ്ങൾ അങ്ങനെ സ്മൃതി ഒന്ന് സംഘപരിവാർ എന്ന് പറയുന്ന സമയത്ത് സംഘപരിവാറിന് ഔദ്യോഗികമായിട്ടുള്ള കുറേ ഓർഗനൈസേഷനുകളുണ്ട്. അല്ലാതെ ഈ രാജ്യത്ത് കാവിക്കൊടി പിടിച്ചുകൊണ്ട് പല സേനകളുണ്ട് സ്മൃതി. ഇപ്പൊ കാവിക്കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശിവസേന എന്ന് കോൺഗ്രസിന്റെ ഘടകകക്ഷിയല്ലേ. ഇനി മറ്റൊരു ഹനുമാൻ സേന എന്ന് പറയുന്ന ഒരു സംവിധാനം കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ രാജസ്ഥാനിലെ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിച്ചിരുന്നത്. രാഷ്ട്രീയ ബജരംഗ് ദൾ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. BJPക്ക് സംഘപരിവാറിന് തീവ്രത പേര എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തായിട്ടുള്ള പ്രവീൺ തൊഗാഡിയുടെ സേനയാണ് രാഷ്ട്രീയ ബജരംഗ് ദൾ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബജരംഗ് ദൾ സ്മൃതിക്ക് അല്ല, ബജരംഗ് എന്ന് പറയുമ്പോൾ സംഘപരിവാറിന്റെ ബജരംഗ് മാത്രമായി കാണുന്നത് സ്മൃതിയുടെ കണ്ണിന്റെ പ്രശ്നമാണ്. അപ്പോ അല്ലല്ല, നിങ്ങളൊരു പുതിയ നരേറ്റീവുമായി വരികയാണ്. കോൺഗ്രസ് ആണ് എന്ന വാദം പുതുതായി അല്ലല്ല, നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ ഭരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ കണക്ക് ക്രൈസ്തവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ. അവർ തന്നെ കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം നടത്തിയ കണക്കെടുപ്പ് പ്രകാരമുള്ള കണക്കുകളാണ് ഓരോ വർഷവും അവർ പുറത്തേക്ക് വിടുന്നത്. പള്ളികൾക്കെതിരെ ആക്രമണങ്ങൾ നിങ്ങൾ കോൺഗ്രസ്സുകാർ നടത്തിയാണെന്ന് എന്ത് ആധികാരികമായ തെളിവ് കാണിച്ചിട്ടാണ് ഈ പറയുന്നത്? എന്ത് വാദമാണ് നിങ്ങൾ ഉയർത്തുന്നത്? അല്ലല്ല, ഞാൻ പറയട്ടെ, അതിന് കോൺഗ്രസിന് താല്പര്യമുണ്ടല്ലോ. കോൺഗ്രസിന് കൃത്യമായി ഞാൻ സ്മൃതി പച്ചക്കള്ളമല്ല, ഒരിക്കലുമല്ല സ്മൃതി. ഇവിടെയുള്ള ഹനുമാൻ സേനയുടെയും രാഷ്ട്രീയ ബജരംഗ് ദളിന്റെയും ഒക്കെ പിതൃത്വം ആരുടെ കയ്യിലാണ്? ഞങ്ങൾ സംഘപരിവാറിൻ്റെതാണോ? അല്ല. നിങ്ങൾ പറയുന്നത് പോലെ നോക്കൂ, 2023 ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ക്രൈസ്തവ സഭകളുടെ മുഴുവൻ വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ക്രൈസ്തവ നേതൃത്വവുമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സൗഹൃദം. കേരളത്തിൽ സന്ദേശയാത്ര നടത്തും, നിങ്ങൾ കേക്ക് കൊടുക്കും, എന്നിട്ട് അവിടെ പോയി നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് പള്ളികൾ തകർക്കും, കന്യാസ്ത്രീകളെ ഈ രാജ്യത്തിലെ ക്രൈസ്തവന്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഇവിടെ. അങ്ങനെയൊന്നും ആക്രമിക്കില്ല. അങ്ങനെ ഓരോ ക്രൈസ്തവരെയും ഞങ്ങൾ ആക്രമിച്ച സംഭവമല്ലേ ഇപ്പോൾ പുറത്തു? ഇങ്ങനെയുള്ള ഹനുമാൻ സേനയും തവളസേനയും ഒക്കെ ആക്രമിച്ചത് ഞങ്ങൾക്ക് സംഘപരിവാരോ BJPയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഘടകങ്ങൾ ഏത് ആക്രമണ കേസാണ് കേരള ഇന്ത്യയിലെ മഹാരാജ്യത്തുണ്ടായിട്ടുള്ളത്? നോക്കൂ, ഇവിടുത്തെ ക്രൈസ്തവരെ പോലെ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പച്ചക്കള്ളവുമല്ല. ഒരു പച്ചക്കള്ളവുമല്ല. നിങ്ങൾ പരിശോധിക്ക്, ക്രൈസ്തവ സഭയ്ക്കില്ലല്ലോ ഈ വിഷയത്തിൽ സ്മൃതിയുടെ ആശങ്ക. ക്രൈസ്തവ സഭയ്ക്കില്ലല്ലോ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള 2023 ശേഷം നടത്തിയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്നിട്ടുള്ള മുഖപ്രസംഗത്തിലെ വാചകങ്ങളാണല്ലോ ഞാൻ താങ്കളോട് വായിച്ചു കേൾപ്പിച്ചത്. അതിൽ സുരേഷ് ഗോപിയുടെ അസഹിഷ്ണുതയെ കുറിച്ച് ചോദിക്കുന്ന ബി കെയർഫുൾ എന്നുള്ള കാര്യം നിങ്ങൾ ആരോട് പറയേണ്ടിയിരുന്നു എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവർക്ക് പറ്റിയൊരു തെറ്റായിരിക്കാം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതാണ് പറയുന്നത്. അതിന് മറുപടിയുണ്ടോ? ബി കെയർഫുൾ എന്ന് പറഞ്ഞത് ആരോടാണ് പറയേണ്ടിയിരുന്നത്? നിങ്ങളിപ്പോ ഈ രണ്ട് ദിവസമായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ അജണ്ട വെച്ചുകൊണ്ട് ജബൽപൂരിലെ സംഭവത്തെ നിങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഉദ്ദേശശുദ്ധി ഞങ്ങൾക്കറിയാമല്ലോ. എന്താണ് കാരണം? വഖഫ് വിഷയത്തിനകത്ത് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ സംരക്ഷകരായി BJP മാറി. അതിനുള്ള ചൊരുക്കാണ് നിങ്ങൾക്ക്.
നിങ്ങൾക്ക് ക്രൈസ്തവ സഭ നോക്കൂ, ഞങ്ങൾ സഭകളുമായിട്ട് നല്ല രീതിയിൽ ബന്ധം പോകുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ സ്നേഹ സന്ദേശം യാതൊരു നടത്തും, ക്രൈസ്തവ സഹോദരന്മാർ ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവിടെയാണ് പ്രശ്നം. അല്ല, അങ്ങനെയല്ല വേണ്ടത്. നോക്കൂ സ്മൃതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രധാനമന്ത്രി അങ്ങനെയല്ലല്ലോ. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ സ്കൂളുകൾക്ക് നേരെ നടന്ന ആക്രമണം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരേ സമയം നിങ്ങൾക്ക് രണ്ടും സാധിക്കും, അതാണ് പ്രശ്നം. സ്മൃതി അങ്ങനെ ഒരു മുഖവുമില്ല. ഞങ്ങൾക്ക് ഒറ്റ മുഖമുള്ളൂ, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുഖമാണ്, സ്നേഹത്തിന്റെയും സന്ദേശത്തിന്റെയും മുഖമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ സ്മൃതി എന്നെയും കൂടി പറയാൻ അനുവദിക്കൂ. ഈ ഇന്ത്യൻ ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു ഹിന്ദുവിനെയും എല്ലാം മന്ത്രിയാക്കിയത്. ഞങ്ങൾ അൽഫോൺസ് കണ്ണന്താനത്തെയാണ് മന്ത്രിയാക്കിയത്. രണ്ടാം മന്ത്രിസഭയിൽ ഒരു ക്രൈസ്തവനായിട്ടുള്ള ജോർജ് കുര്യൻ എന്ന് പറഞ്ഞ ഞങ്ങൾ BJP-യുടെ എല്ലാമായിട്ടും ആളെയാണ് ഞങ്ങൾ ആക്കിയത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇത് പിടിക്കുന്നില്ല. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ ക്രൈസ്തവ സമുദായം BJP-ക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. നിങ്ങൾ ആരാണ് എന്നിട്ട് എന്നോട് ഒരു തന്ത്രവുമില്ല. ഇതാണ് കേരളം ഇപ്പോൾ കാണുന്നത്. ഒരു തന്ത്രമില്ല. ഈ രാജ്യത്തിലെ നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ നന്നായി അറിയാം പ്രിന്റു. ഞാൻ ഫാദർ ആന്റണി എന്താ പ്രശ്നം? കിരൺ റിജ്ജു മുനമ്പത്ത് വരുന്നതിന് എന്താ ഉറപ്പാണല്ലോ, വരും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. നിങ്ങളുടെ പുറംപൂച്ച് പൊളിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ട്. ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചു. പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങിയില്ല ഞങ്ങൾ. ശരി, ഒരു മിനിറ്റ്. ഫാദർ ആന്റണി വടക്കേക്കര, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള അതിക്രമവും വിവേചനവും 2024 വളരെയധികം വർദ്ധിച്ചു എന്ന റിപ്പോർട്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2024 മാത്രം ആക്രമണം, ബഹിഷ്കരണം, പള്ളികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, പ്രാർത്ഥനായോഗങ്ങൾ തടസ്സപ്പെടുത്തൽ തുടങ്ങി 640 സംഭവങ്ങൾ ഉണ്ടായെന്ന് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ റിലീജിയസ് ലിബർട്ടി കമ്മീഷൻ പറയുന്നു. ഇതുകൂടാതെ ഇന്ന് ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്ന കണക്കുകളുമുണ്ട്. ഇപ്പോൾ ഈ സംഭവങ്ങൾ, മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടന്ന സംഭവം, ഒഡീഷയിൽ നടന്ന സംഭവം, വൈദികർക്ക് നേരെ ആക്രമണം എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു വൈദികൻ കൂടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇവിടുത്തെ കേന്ദ്ര സഹമന്ത്രിയോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യവും സഭ കണ്ടതാണല്ലോ. ഫാദർ ആന്റണി വടക്കേക്കര, താങ്കളുടെ പ്രതികരണം. കുറേ നാളുകളായി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയും വൈദികരായാലും വിശ്വാസികളായാലും സന്യാസിനികളായാലും ആക്രമിക്കപ്പെടുന്നത് ഒരു കാരണവശാലും ഇനി അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പോലെ മധ്യപ്രദേശിലെ ജബൽപൂർ രൂപതയിലെ മാണ്ഡല എന്ന സ്ഥലത്ത് തീർത്ഥാടനത്തിനു വേണ്ടി പോകുന്ന ഒരു വിഭാഗം വിശ്വാസികളായ തീർത്ഥാടകരെ ബജ്റംഗ് ദളിന്റെ 50ഓളം വരുന്ന അക്രമികൾ ചേർന്ന് ആക്രമിച്ചത്. ഇപ്രകാരം ആക്രമണമുണ്ടായി ഉടനെ തന്നെ വിവരമറിഞ്ഞ് അതൊരു അതെ, തീർച്ചയായും ഞാൻ ആദിവാസി തീർത്ഥാടനം എന്ന് പറയാതെ ഒരു വിശ്വാസികളായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും വിശ്വാസികളായി കാണുന്നു എന്ന കാരണത്താൽ മാത്രം ഏത് വിഭാഗം എന്നുള്ളതല്ല, മറിച്ച് ക്രൈസ്തവരായ വിശ്വാസികൾ തീർത്ഥാടകരായി പോകുന്ന വഴിയിൽ അതിനൊരു പ്രത്യേക സാഹചര്യം കൂടിയുണ്ട്. 2025 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മഹാജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും പ്രതീക്ഷയുടെ തീർത്ഥാടകരായി, പ്രത്യാശയുടെ തീർത്ഥാടകരായിരിക്കുവിൻ എന്നുള്ള ആപ്തവാക്യം പേറിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസികൾ തീർത്ഥാടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇത് ഞങ്ങൾക്ക് നോമ്പുകാലമാണ്, വലിയ നോമ്പുകാലം, ഈസ്റ്ററിനു വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെയും ഈ കാലത്ത് അനവധിയായ തീർത്ഥാടകര് പല സ്ഥലങ്ങളിലും ദേവാലയങ്ങളിലൂടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ പോകുന്ന പതിവുണ്ട്. അപ്രകാരം പോയ സമയത്താണ് 50ഓളം വരുന്ന ബജ്റംഗ് ദളിന്റെ പ്രവർത്തകര് ക്രൈസ്തവരായ വിശ്വാസികളെ, തീർത്ഥാടകരെ ആക്രമിച്ചത്. അവിടെ അപ്രകാരം ഒരു ആക്രമണം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോഴാണ് ജബൽപൂർ രൂപതയുടെ വികാരി ജനറൽ അച്ഛനും അതുപോലെ തന്നെ അവിടുത്തെ ഫൈനാൻസ് ഓഫീസർ അച്ഛനും കൂടെ ഈ സ്ഥലത്ത് ചെന്ന് വിവരമന്വേഷിച്ചത്. അപ്രകാരം വിവരമന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഈ വൈദികരെ ആക്രമിക്കുന്ന രംഗം വീഡിയോ ദൃശ്യങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും ലോകം മുഴുവൻ കണ്ടതാണ്. ഇപ്രകാരം ഒരു ആക്രമണം ഉണ്ടായി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഉള്ളത് സിറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട്
സെന്റ് തോമസിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ നിന്ന് മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യമർ റാഫേൽ തട്ടിൽ പിതാവ് തൃശ്ശൂരുകാരനായ അവിടുത്തെ വികാരി ജനറൽ അച്ഛനെ ഫോണിൽ വിളിച്ച് അദ്ദേഹവുമായി സംസാരിച്ചു. വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം ഇതാണ്: യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇപ്രകാരം ഒരു ആക്രമണം അഴിച്ചുവിടുകയാണ്. മതപരിവർത്തനം എന്ന പേര് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരായ വിശ്വാസികളെ ആക്രമിക്കുന്നത് ഒരു പതിവായി തീർന്നിട്ടുണ്ട്. അത് ഏത് രാഷ്ട്രീയക്കാരായാലും ശരി, ഏത് വിഭാഗങ്ങളായാലും ശരി, ആക്രമിക്കുന്നവർ ആക്രമണകാരികളാണ്, അത് കലാപകാരികളാണ്. അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് കത്തോലിക്ക തിരുസഭ ക്രൈസ്തവരൊന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് അന്ന് തന്നെ മാധ്യമങ്ങളിലൂടെ ഫാദർ ആന്റണി വടക്കേക്കര, കോൺഗ്രസ്സുകാരാണോ അവിടെ ആക്രമണം നടത്തുന്നത്? ബജ്റംഗ് ദൾ എന്ന് പറയുന്ന സംഘടന ആരുടെ സംഘടനയാണ് എന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് പ്രിന്റു മഹാദേവ് പറഞ്ഞതുകൊണ്ട് മാത്രം അവര് ഹൈന്ദവരായ ഒരു മതതീവ്രവാദികളാകുന്നില്ല എന്ന് പ്രിന്റുവിനോ സ്മൃതിക്കോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലുമോ തോന്നുമോ? അത് കോൺഗ്രസ്സുകാരെന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ലേബൽ ഉണ്ട് എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അവർ ബജ്റംഗ് ദളിന്റെ പ്രവർത്തകരാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഈ കഴിഞ്ഞ ദിവസമാണ് പോലീസിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സമീപിച്ചിട്ടും കേസെടുക്കാതിരുന്നതും. ഇന്നലെ മാത്രമാണ് കേസെടുത്തതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവർ ബജ്റംഗ് ദളിന്റെ പ്രവർത്തകരാണ് എന്ന കാര്യം. അതുകൊണ്ട് തന്നെയും ഇത് ഏത് സംഘടനയാകട്ടെ, ഏത് രാഷ്ട്രീയ ലേബലുള്ളവർ ആകട്ടെ, ക്രൈസ്തവരെ ഇപ്രകാരം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു എന്നുള്ളത്, ക്രൈസ്തവ ദേവാലയങ്ങൾക്കും നേരെ ഒന്നിനു പുറകെ ഒന്നായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല. ഇനി കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ലാത്ത വിധം പ്രകോപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സമാധാനപരമായി ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന അവകാശമനുസരിച്ച് ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്നവരും അത് ഞങ്ങളുടേതായ ആചാരപരമായ അനുഷ്ഠാനങ്ങൾ നടത്തുന്നവരുമാണ്. ഞങ്ങളുടെ എത്രയേറെ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്, എത്രയേറെ വിശുദ്ധ സ്ഥലങ്ങളിലാണ് ഇവർ ഇപ്രകാരം കയറി നിന്നുകൊണ്ട് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിന്റെ, തിരുസ്വരൂപങ്ങൾ എറിഞ്ഞുടയ്ക്കുന്നതിന്റെ, ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് ഞങ്ങൾ സംരക്ഷിക്കുന്ന വിശുദ്ധ കുരിശ് പോലും അടിച്ചു തകർക്കുന്നതിന്റെ, ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകമായ ബൈബിള് പോലും കത്തിക്കുന്നതിന്റെ, അതുപോലെ തന്നെ ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യർക്കും നമ്മുടെ ഗവൺമെന്റുകൾ പോലും അറച്ചും വിറച്ചും മാറി നിൽക്കുന്ന വിദൂരമായ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോലും പോയി മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്യാസികളായ വൈദികരെയും മിഷണറിമാരെയും ഇപ്രകാരം ആക്രമിക്കുന്നത് ഒരു കാരണവശാലും ഭൂഷണമല്ല. ഇന്ത്യ ഒരു മതരാജ്യമല്ല, മതരാഷ്ട്രമല്ല. ഇതൊരു മതേതര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു സേനയുണ്ടെങ്കിൽ, ഇവിടെ നിയമപാലകരുണ്ടെങ്കിൽ കൃത്യതയോടുകൂടെ ഇപ്രകാരമുള്ള കാര്യങ്ങളെ അടിച്ചമർത്താനും ഇനി ഒരിക്കലും ഇപ്രകാരമുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്താനും, അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും ശരി, ഇത് സംഭവിക്കുന്ന ഇടങ്ങളിലെ സംസ്ഥാന ഗവൺമെന്റുകളായാലും ശരി, ഗവൺമെന്റുകൾക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾക്കില്ല. മടുത്തു, ഞങ്ങൾ പൊറുതി കെട്ടു. ഇപ്രകാരമുള്ള ആക്രമണങ്ങൾ കണ്ടിട്ട് കയ്യും കെട്ട് നോക്കിയിരിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതെന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്? ഇവിടെ നിയമങ്ങളില്ലേ? നിയമങ്ങൾ അനുസരിച്ച് കേസെടുക്കുക മാത്രമല്ല, അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അവരെ ഇതുവരെയും കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തിട്ടില്ല. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നേ? സാധാരണ നമ്മളൊക്കെ പറയാം ഇതെന്താ വെള്ളരിക്കപ്പട്ടണമാണോ? ഇപ്രകാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഞങ്ങൾക്ക് ദേവാലയങ്ങളിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ, മതപരിവർത്തനം എന്നുള്ള പേര് പറഞ്ഞ് ആരെയും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാമെന്നുള്ള ഈ ധാർഷ്ട്യമുണ്ടല്ലോ, ഇത് അനേക കാലം നീണ്ടു പോകില്ല എന്നെല്ലാവരും ഓർക്കണം. ഈ ഗവൺമെന്റുകളൊന്നും ശാശ്വതമല്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫാദർ ആന്റണി വടക്കേക്കര താങ്കൾ പറഞ്ഞത്. പക്ഷെ ചില ഘട്ടങ്ങളിൽ എങ്കിലും നിങ്ങൾ നൽകുന്ന പിന്തുണ അവർക്ക് ഊർജമായിട്ടുണ്ട്. അത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായ നിങ്ങളും കൂടി ചേർന്നുള്ള ഒരു ഐക്യമാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം. അതിനുകൂടി താങ്കൾ മറുപടി നൽകണം. കാരണം ഓർഗനൈസറിൽ ഇന്ന് വന്നിരിക്കുന്ന ലേഖനം ഇതിൽ വഖഫ് ഭേദഗതി നിയമമായി കഴിഞ്ഞിരിക്കുന്നു, വഖഫ് നിയമ ഭേദഗതി ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സ്വത്തിന്റെ കണക്കാണ്. ആ കണക്ക് ഇന്ന് ഓർഗനൈസറിൽ ലേഖനമായി വന്നു. അതിന്മേൽ രാഹുൽ ഗാന്ധിയുടെ വിമർശനം വന്നു. തൊട്ടു പിന്നാലെ ആ ലേഖനം പിൻവലിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്തത് നിങ്ങളാണ് എന്ന് പറയുമ്പോൾ നേരത്തെയും ആക്രമണങ്ങളുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ നിങ്ങൾ കൂടി അവർക്കൊപ്പമുണ്ടെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. കൃത്യമായ മറുപടി കൊടുക്കൂ ഫാദർ ആന്റണി വടക്കേക്കര. നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന ജനാധിപത്യ മതേതര റിപ്പബ്ലിക് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് വെറുതെയല്ല.
അതുകൊണ്ട് തന്നെയും നമ്മുടെ ഈ ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ കൃത്യതയോടുകൂടെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതാ. അത് ഭൂരിപക്ഷമായാലും ശരി, ന്യൂനപക്ഷമായാലും ശരി, ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്കും ഞങ്ങൾക്കും അവകാശമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. സ്മൃതി സൂചിപ്പിച്ചതുപോലെ RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തിന്റെയും സ്ഥാപനങ്ങളുടെയും കണക്ക് എന്ന തരത്തിൽ വസ്തുതകൾക്ക് നിരക്കാത്തതും അതോടൊപ്പം മതപരവും രാഷ്ട്രീയവുമായ ഭിന്നിപ്പും മുതലെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ച് പ്രതികരിച്ചു. അതിനുശേഷം അത് പിൻവലിച്ചതായി ഞങ്ങൾ കണ്ടു. എങ്കിലും അത് മാത്രമല്ല, ഓർഗനൈസറിൽ മാത്രമല്ല, കഴിഞ്ഞ കുറെ നാളുകളായി ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനമായ മീഡിയ വണ്ണും കുറച്ച് നാളുകളായി കത്തോലിക്ക സഭയെക്കുറിച്ച്, കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, സ്വത്തുക്കളെക്കുറിച്ച് വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നതായി ഞങ്ങളുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആര് ചെയ്താലും ശരി, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാകട്ടെ, അല്ലെങ്കിൽ അവരുടെ ചാനലാകട്ടെ, അതുമല്ലെങ്കിൽ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ ആകട്ടെ, ആരാണെങ്കിലും വസ്തുതകൾക്ക് നിരക്കാത്തതും യാഥാർത്ഥ്യമല്ലാത്തതും അസത്യവുമായ ഇപ്രകാരമുള്ള പ്രചാരണങ്ങൾ ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾക്ക് പിന്തുണച്ചില്ല എങ്കിൽ അതിന്റെ ഫലം കടുത്തതായിരിക്കുമെന്നുള്ള നിങ്ങളുടെ വെല്ലുവിളിയുടെ ഭാഷയിലുള്ള ഒരു മുന്നറിയിപ്പ്, അതിനോടുള്ള പ്രതികരണമാണെങ്കിലോ? നിങ്ങളിവിടെ രാഷ്ട്രീയ പാർട്ടികളോട് പ്രതികരിച്ചിരുന്നല്ലോ, UDFനോട്. ഇപ്രകാരം ഓക്കെ RSSന്റെ അവരുടെ വിചാരധാരയിൽ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായി ആരൊക്കെയാണ് ശത്രുക്കളെന്ന് എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയും അത് മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെയാകട്ടെ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയാകട്ടെ, ആർക്കെതിരെയാണെങ്കിലും ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. മുനമ്പം ഉൾപ്പെടുന്ന വഖഫ് ബോർഡിന്റെ നിയമങ്ങളെ അതിനെ അമെൻഡ് ചെയ്യണമെന്നുള്ളത് ക്രൈസ്തവ സഭകളുടെയും ആവശ്യമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ എല്ലാ നിയമങ്ങളെക്കുറിച്ചുമല്ല ഞങ്ങൾ പറഞ്ഞത്. ചില നിയമങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും നീതിന്യായ വ്യവസ്ഥയും അതിലംഘിക്കുന്ന തരത്തിലുള്ള മതരാഷ്ട്രം പ്രഖ്യാപിക്കുന്നത് പോലെയുള്ള ചില നിയമങ്ങൾ അതിലുണ്ട് എന്നുള്ളത് കൊണ്ട് അത് പിൻവലിക്കണമെന്നും അതല്ലെങ്കിൽ അത് അമെൻഡ് ചെയ്യണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. മുനമ്പത്ത് കഴിഞ്ഞ 175 ദിവസങ്ങളായി സമരമിരിക്കുന്ന ജനങ്ങളോട് കൂടെ പോലും സമരം ചെയ്തയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയും കൃത്യതയോടുകൂടെ പറയാം, ആ ജനത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള കണ്ണുനീരോടുകൂടെയുള്ള കുടിയിറക്ക് ഭീഷണികൾക്ക് മുമ്പിൽ നിന്ന ജനത്തിന്റെ സമരത്തിന്റെ വിജയമാണ് വഖഫ് നിയമത്തിന്റെ അമെൻമെന്റ് നടന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അവർക്ക് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണോ എന്നുള്ള ചർച്ചയിലേക്ക് കൂടി വരേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്ക് പോകും. അല്ലല്ല, ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, മുനമ്പം മുൻനിർത്തി ഒരു നേട്ടമുണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇന്നലെ കണ്ടല്ലോ, മുനമ്പത്ത് 50 സമരത്തിലിരിക്കുന്ന 50 പേരെ BJPയിലേക്ക് എടുത്തിരിക്കുന്നു. BJPയിലേക്ക് ചേരുകയാണ്. അവിടെ നിന്ന് 50 പേർ. അവിടെ രാജീവ് ചന്ദ്രശേഖർ പ്രസംഗിക്കുന്നു. ഇനി 9-ാം തീയതി കിരൺ റിജിജു എത്താൻ പോകുന്നു. അപ്പോൾ മുനമ്പം ഞങ്ങളിതാ പരിഹരിച്ചിരിക്കുന്നു എന്ന രൂപത്തിലാണ് BJP അവിടെ പ്രചാരണം അഴിച്ചുവിടുന്നത്. അതിൽ വിശ്വസിക്കുന്നവരാണ് അവിടെ സമരമിരിക്കുന്ന നാട്ടുകാർ. ആ സമരത്തെ കുറെ കാലത്തേക്കെങ്കിലും കണ്ടില്ല എന്ന് നടിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ട് അവർ ആ തെറ്റിദ്ധാരണയിൽപ്പെടുന്നു? ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ ഈ മധ്യപ്രദേശിൽ നടന്നതും ഒഡീഷയിൽ നടന്നതുമായ സംഭവങ്ങളിലൊക്കെ CPM അപലപിച്ച് പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാനാകുന്നത് ഇന്നത്തെ വാർത്ത എന്നുള്ളത് മുനമ്പത്തേക്ക് BJPയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വന്നു കഴിഞ്ഞു. അവിടെ കേന്ദ്രീകരിച്ച് ഒരു പ്രവർത്തനം BJP നടത്തുന്നുണ്ട്. അതിനൊരു നേട്ടം അവർക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസം അവർക്കുണ്ട്. ഇനിയിപ്പോൾ കിരൺ റിജിജുവും അങ്ങോട്ട് എത്തുകയാണ് 9-ാം തീയതി. അപ്പോൾ വഖഫ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് മുനമ്പത്തിന് വേണ്ടിയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അത് ആരുടെ പരാജയമാണ്? അങ്ങനെ ലഘൂകരിച്ച് വഖഫ് നിയമ ഭേദഗതിയെ ഒരു കാരണവശാലും കാര്യവിവരമുള്ള ഒരാൾക്കും കാണാൻ കഴിയില്ല. ഈ നിയമ ഭേദഗതിയുടെ ഡ്രാഫ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അത് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ എങ്ങനെയാണ് സഹായകരമാവുക എന്ന് ഫാദറെ പോലുള്ള ഒരാൾ ഇതുപോലുള്ള ഒരു ചർച്ചയിൽ ഇരുന്ന് പറയരുത്. മുനമ്പം വിഷയത്തെ കേന്ദ്രീകരിച്ച് സംഘപരിവാർ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കും മതനിരപേക്ഷ സമൂഹങ്ങൾക്കും ദളിത് സമൂഹങ്ങൾക്കൊക്കെ എതിരായി നടത്തുന്ന ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ മൈനോറിറ്റി വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വേർപിരിഞ്ഞു പോകരുത്. ക്രിസ്ത്യാനികൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും വൈരുദ്ധ്യം വളർത്തിയെടുത്ത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. കേരളത്തിൽ പഠിച്ച പണി 18 നോക്കിയിട്ട് ഫാദർ ആന്റണി സംഘപരിവാറിനൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല.
ചില അബദ്ധങ്ങളും കൈത്തെറ്റുകളും നേമത്ത് സംഭവിച്ചു, ഇപ്പോൾ തൃശ്ശൂരിൽ സംഭവിച്ചു. അത് കേരളം തിരുത്താൻ പോവുകയാണ്. അവർ പഠിച്ച പണി 18 നോക്കിയിട്ട് കേരളത്തിൽ അവർക്ക് ഈ ജനാധിപത്യ ക്രമത്തിനകത്ത്, പാർലമെന്ററി ക്രമത്തിനകത്ത് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് മുനമ്പം പ്രശ്നത്തെ മുൻനിർത്തി നിങ്ങൾ BJPക്ക് സ്വാധീനമുണ്ടാക്കാൻ അവസരമുണ്ടാക്കരുത്. മുനമ്പം വിഷയം തീർച്ചയായിട്ടും വളരെ റിയലായ ചില പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ ഉന്നയിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ഏക അഭിപ്രായമാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സമവായം ഉണ്ടാവണം. അതിന് നിയമപരമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കണം. മുനമ്പത്ത് ആരെയും കുടി ഒഴിപ്പിക്കുക എന്നുള്ളൊരു സമീപനം ആർക്കുമില്ല. അത് ആ കാര്യത്തിൽ മുസ്ലിം സംഘടനകളൊക്കെ തന്നെ വളരെ സംയമനപൂർവ്വമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതിനെ നമ്മളെന്താണ്, നമ്മുടെ തന്നെ ഒരു റിയാലിറ്റിക്കകത്ത് നിന്നുകൊണ്ട് ഇന്ന് സംഘപരിവാർ ഉയർത്തുന്ന ഭീകരമായ ഭീഷണിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എങ്ങനെ പരിഹരിക്കണമെന്ന് ആലോചിക്കുകയാണ്. ആ പരിഹാരം ഉണ്ടാക്കും. പക്ഷേ ഇവിടെ വിഷയം അതല്ല. സംഘപരിവാറിൻ്റെ ഫാദർ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, വിചാരധാര അതിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ക്രൈസ്തവരെയുമാണ്. മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ ക്രൈസ്തവരാണ്. അതാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. മുസ്ലിം നിയമങ്ങളെല്ലാം ഭേദഗതി ചെയ്തു. നമുക്കറിയാമല്ലോ, ഇവിടെ മുത്തലക്ക് നിയമ ഭേദഗതി വന്നു. ഇവിടെ 370-ാം വകുപ്പ് ഭരണഘടനയിൽ എടുത്തു കളഞ്ഞു. ഇപ്പോഴെന്താണ്, മുസ്ലിങ്ങളുടെ മതസ്വത്താണിത്. ഇതേ ലൈനിൽ ഇവിടെ ചർച്ച് ബില്ല് കൊണ്ടുവരാനാണ് പോകുന്നത്. അതാണല്ലോ ഓർഗനൈസർ ഇന്ന് നൽകിയിരിക്കുന്ന ഭീഷണി. ചർച്ച് ബില്ല് കൊണ്ടുവന്നാൽ എന്താണ്, ചരിത്രപരമായ കാരണങ്ങളാണ്. അച്ഛൻ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടുത്തെ സാമൂഹ്യ സേവന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി വന്ന CSI അടക്കമുള്ള നിരവധി ഗ്രൂപ്പുകളുണ്ട്, മിഷണറി ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന കോഴിക്കോട് നഗരത്തിൽ നോക്കിയാൽ, കോഴിക്കോട് നഗരത്തിലെ കണ്ണായ സ്ഥലങ്ങളെല്ലാം എന്താണ്, ക്രൈസ്തവ മതസ്ഥാപനങ്ങളാണ്. അത് ചരിത്രപരമായി അവരിവിടെ ചെയ്ത സേവനത്തിൻ്റെ ഫലമായി അവർക്ക് പ്രവർത്തിക്കാൻ അന്നത്തെ ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് അവർക്ക് ചെയ്തു കൊടുത്താണ്. എന്താണ് BJPയുടെ നയം? ഫാദർ ഇവിടെ പരിശോധിക്കണം, ഫാദർ ഇവിടെ പറയണം. BJPയുടെ നയം എന്താണ്? കൊളോണിയൽ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ തട്ടിയെടുത്താണ് ഈ ഭൂമിയെല്ലാം. ഇത് തിരിച്ചു പിടിക്കണം, ഇത് സർക്കാരിൻ്റെ അടക്കണം. ഈ രീതിയിൽ ചർച്ച് ബില്ലടക്കം അണിയറയിൽ ഒരുങ്ങുകയാണ്. ഈ ഭീഷണി വാജ്പേയി അധികാരത്തിൽ വന്ന 1999 മുതൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു പൊതു പശ്ചാത്തലത്തിൽ സംഘപരിവാർ എല്ലാവരെയും തിന്നാൻ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇരകളായിരിക്കുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വേർപിരിഞ്ഞ് പരസ്പരം കലഹിക്കേണ്ടതില്ല. ഈ വിഷയങ്ങളെല്ലാം സമവായത്തോടു കൂടി പരിഹരിക്കാനുള്ള ക്രൈസ്തവ മതത്തിൻ്റെതായ ഉദാത്തമായ ഒരു സ്നേഹഭാവം, അതാണ് നമുക്ക് വേണ്ടത്. അതിന് പകരം BJPക്കാർ നമ്മളെ രക്ഷിക്കും എന്ന് ചിന്തിക്കരുത്. BJPക്കാർ നമ്മൾ ആരെയും രക്ഷിക്കാൻ വരുന്നവരല്ല. BJPക്കാർ ഇവിടെ പ്രിന്റ് മഹാദേവ് സംസാരിക്കുമ്പോൾ BJPയുടെ വക്താവ്, നമ്മുടെ ഒരു സുഹൃത്താണ് അദ്ദേഹം എന്ത് അഹന്തയോടെയാണ്, എന്ത് ധിക്കാരത്തോടെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ജബൽപൂരിലുണ്ടായ സംഭവം, മണ്ഡലയിലുണ്ടായ സംഭവം, അതിന് പിറകിൽ ബജരംഗ് എന്ന് പറയുന്നത് കോൺഗ്രസ് സംഘടനയാണെന്ന് ഒരു ഉടുപ്പുമില്ലാതെ ഇതുപോലുള്ള ചർച്ചയിൽ പറയുകയാണ്. ജനങ്ങളെ ഇദ്ദേഹം വിഡ്ഢിയായിട്ടാണോ കാണുന്നത്? അത് നേരത്തെ തന്നെ പറഞ്ഞു തുടങ്ങിയേ. വി മുരളീധരൻ നേരത്തെ പറഞ്ഞു, അവിടെ നിന്ന് അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അതെ, അതെന്താണ്, നമ്മളൊക്കെ വിഡ്ഢികളാണ്, ഇവർക്ക് എന്തുമാകാമെന്നാണ്. ഇത് ലോകത്തെല്ലായിടത്തും ഫാസിസ്റ്റുകൾ ചെയ്യുന്ന ഒരു തന്ത്രമാണ്. ഫാസിസ്റ്റുകൾ എന്താണ് പറഞ്ഞത്? അവിടെ റെയ്സ്താഗിന് തീ കൊടുത്തു ഹിറ്റ്ലർ, നാസി പാർട്ടിക്കാർ. എന്നിട്ട് പറഞ്ഞത് തീ കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിൻ്റെ പേരിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന നേതാക്കൾ ഉൾപ്പെടെ നാസി തടവറയിൽ വർഷങ്ങളോളം കിടന്നവരാണ്. ഇതെല്ലാം നമ്മുടെ ചരിത്രമാണ്. തങ്ങൾ ആക്രമിക്കുക, തങ്ങൾ കൊല്ലുക, തങ്ങൾ തീയിടുക, എന്നിട്ട് അതിൻ്റെ ഉത്തരവാദികൾ മറ്റാളുകളാണെന്ന് വരുത്തി കേസുകൾ എടുക്കുക. ഇത് ഫാസിസ്റ്റുകളുടെ, ഇന്ത്യൻ ഫാസിസത്തിന്റെ കാലാൾപ്പടയായ RSSന്റെ സ്ഥിരം തന്ത്രമാണ്. ഇതെല്ലാം തിരിച്ചറിയാതെ നമ്മളിവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമല്ല. ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുകയാണ്, മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുകയാണ്, രാജ്യത്തെ ദളിതർ വേട്ടയാടപ്പെടുകയാണ്. ഇതിനെല്ലാം എതിരായിട്ട് വിശാലമായ മതനിരപേക്ഷ നിലപാടുകളിൽ നിന്നുകൊണ്ടുള്ള ഒരു ബഹുജന ഐക്യം, ഒരു പ്രതിരോധ മുന്നണി കെട്ടിപ്പടുക്കുക എന്നത് മാത്രമേ രക്ഷയുള്ളൂ. ഇപ്പോൾ ഒഡീഷയിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒഡീഷയിൽ ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ട സംഭവം ഈ ചർച്ചയിൽ ഷൈജു ആന്റണി ഉന്നയിച്ചു. നമുക്കറിയാമല്ലോ കാന്തമഹലിൽ എന്താ സംഭവിച്ചത്? പള്ളികളെല്ലാം തകർത്തില്ലേ? അവിടുത്തെ CPM ഓഫീസിലാണ് പ്രാർത്ഥന പോലും അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് നടത്തേണ്ടി വന്നത്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. സംഘപരിവാർ ഒരു അജണ്ടയിൽ നിന്നാണ്, അവരുടെ വിചാരധാര കൽപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്നാണ് ഈ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് എന്താണ്, ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ എതിരായിട്ടുള്ള വലിയൊരു ഉന്മാദം, വിദ്വേഷത്തിൻ്റെതായ ഒരു ഉന്മാദം അവർ ഉൽപ്പാദിപ്പിച്ചു വിടുന്നുണ്ട്. ആ ഉന്മാദത്തിന് അടിപ്പെട്ടവരാണ് ജബൽപൂരിലെ മാണ്ഡലയിലെ പാവം. എൻ്റെ ഒരു പത്രപ്രവർത്തക സുഹൃത്ത് പറഞ്ഞത്, ഈ എന്താണ് ജോർജ് ഡേവിസ് എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഈ ആക്രമിക്കപ്പെട്ട ഫാദർ, അദ്ദേഹം സെൻറ്റ് അലോഷ്യസ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു എന്നാണ്.
BJPയുടെ ആ ജബൽപൂർ പ്രദേശത്തെ പല നേതാക്കളെയും പഠിപ്പിച്ച കോളേജിൽ പഠിപ്പിച്ച ഒരാളാണ്. ആ അധ്യാപകനെയാണ് BJP സംഘം RSSകാർ വജ്രം തങ്ങളുകാർ എന്ത് ചെയ്തത്? പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തിട്ട് മൃഗീയമായി മർദ്ദിച്ചത്, കയ്യേറ്റം ചെയ്തത്. അപ്പോൾ RSS എന്ന് പറയുന്ന സംഘടന, ബജ്രംഗ് ദൾ എന്ന് പറയുന്ന സംഘടന, സംഘപരിവാറിന് ഇത്തരത്തിലുള്ള നിരവധി ഹൂളിഗാൻ സംഘങ്ങൾ രാജ്യത്ത് എല്ലാവിധ മൂല്യങ്ങളെയും ചവിട്ടി മെതിച്ച് തങ്ങൾക്ക് അനഭിമതരായ ആളുകളെ ആക്രമിക്കുകയും എല്ലാ അർത്ഥത്തിലും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. അതിനെതിരായിട്ട് നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. ശരി, ശ്രീ പ്രിൻജു മഹാദേവ്, ഇപ്പോൾ ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾ പറയുന്നതിനെ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ കാണുന്നു, ഇനി സഹിക്കുന്നതിന്റെ അങ്ങേയറ്റമായി കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രതികരണമാണ് സഭാ വക്താവിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നതൊന്നും അവർക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? സ്മൃതി, ആദ്യമേ പറയട്ടെ, അങ്ങ് എന്നെ സംസാരിക്കുന്ന ഒരു 2 മിനിറ്റ് അനുവദിച്ചിട്ട് അങ്ങ് ചോദ്യം ചോദിക്കണം. കാരണം നിങ്ങൾ 4 പേര് പറയുന്ന വിഷയവും ഞാൻ ഒരാളാണ് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് എൻ്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ എൻ്റെ പക്ഷത്തിൻ്റെ അഭിപ്രായം പറയേണ്ടത്. അങ്ങ് പറയുന്നത് പോലെ തന്നെ അങ്ങ് മനസ്സിലാക്കണം, ഈ ക്രൈസ്തവ സഭകളുടെ പാരമ്പര്യത്തെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. കാരണം സഭയുടെ 2000 വർഷത്തെ ഭാരതത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടി, സാംസ്കാരികമായ പുരോഗതിക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ ദേശീയതയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഈ രാജ്യത്തിനൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളുകളാണ് ഇവിടുത്തെ സഭയും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ബിഷപ്പുമാരും. അതുകൊണ്ട് സഭയോടുള്ള ഞങ്ങളുടെ ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിലൊക്കെ ചില മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ വാജ്പേയി അധികാരത്തിൽ വന്നതിന് ശേഷം, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കൃത്യമായിട്ട് സഭയോടുള്ള ഞങ്ങളുടെ സമീപനം കൃത്യവും വ്യക്തവുമാണ്. കാരണം ഞങ്ങൾ കൃത്യമായി നോക്കൂ, ഈ കേരളത്തിൽ ഞങ്ങൾക്ക് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിജയം നേടിത്തരുന്നതിൽ ക്രൈസ്തവ നേതൃത്വം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അങ്ങനെയുള്ള സഭയ്ക്കെതിരെ ഞങ്ങൾ തിരിയുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു MP സൃഷ്ടിച്ചത് ഒരു സംശയം വേണ്ട തൃശ്ശൂരിലെ ക്രിസ്ത്യാനിയുടെ വോട്ട് കൊണ്ടാണ്. കേരളത്തിൽ നേരത്തെ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇവിടെ വളരാൻ സാധിച്ചില്ല. കേരളത്തിൽ 20% വോട്ടും 20% വോട്ടിംഗ് പെർസെൻറ്റേജും 40 ലക്ഷം വോട്ടും BJPക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ക്രൈസ്തവ സഭയുടെയും ക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെയും പങ്ക് വളരെ വലുതാണ്. അതിനുശേഷമാണല്ലോ നിങ്ങൾക്ക് ഹാലളകാൻ തുടങ്ങിയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു വിഷയമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിന് കാരണമുണ്ട്. ഈ കേരളത്തിൽ തന്നെ നോക്കൂ, ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് നോക്കൂ, ഈ VD സതീശൻ്റെയും KT കുഞ്ഞിക്കണ്ണൻ്റെയും പിണറായി വിജയനൊക്കെ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൾമാരാണ് ഈ സഭയിലെ അച്ഛന്മാർ, അല്ലെങ്കിൽ സഭാ നേതൃത്വം. അത്രമാത്രം വിവരവും വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ അവരെ നിങ്ങൾ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേരളത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ, ഈ ആദ്യമായിട്ടൊരു പിതാവിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് സംഘപരിവാറാണോ? സൗമ്യ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ പെൺകുട്ടി ഇസ്രായേൽ ഹമാസ് തീവ്രവാദികളെ വെടിവെച്ച് മരിച്ചു. ആ പെൺകുട്ടിയെ ഒന്ന് കാണാൻ പോലും ഇവിടെ പോകാത്തവരാണ് ഇവിടുത്തെ ഇടത് വലതു പക്ഷം ആളുകൾ. നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് കല്ലറങ്ങാട് അച്ഛൻ പറഞ്ഞ സമയത്ത് ബിഷപ്പിനെതിരെ കേസെടുത്തത് സംഘപരിവാറാണോ? ഈരാറ്റുപേട്ടയിലെ പള്ളി ആക്രമിക്കാൻ വേണ്ടി മത തീവ്രവാദ സംഘടനകൾ പോയപ്പോൾ അതിനെതിരെ ഒരക്ഷരം പറയാൻ വേണ്ടി ഇവിടെ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? ജോസഫ് പാപ്ലാനിക്കെതിരെ ഇവിടെ ഉറഞ്ഞു തുള്ളിയത് സംഘപരിവാറാണോ? അപ്പൊ നോക്കി, ഇവിടെ ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന അനവധി പ്രശ്നങ്ങളുണ്ട്. ഈ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളായിട്ടുള്ള ഇടത് വലത് മുന്നണികളും ഒരു വോട്ട് ബാങ്കായിട്ടാണ് എപ്പോഴും സഭയെ കണ്ടിട്ടുള്ളത്. അവരുടെ കാര്യം നേടാനുള്ള ആളുകളാണ്. അതുകൊണ്ട് നോക്കൂ, ഇപ്പൊ നോക്കി, എപ്പോഴും പറയാനുള്ള വെറുപ്പിന്റെ പറയാനുള്ള വിദ്വേഷത്തിന്റെ കമ്പോളത്തിലെ സ്നേഹത്തിന്റെ തട്ടുകടക്കാരനായ രാഹുൽ ഗാന്ധി സഭ പറഞ്ഞ വിഷയത്തിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്തായിരുന്നു? VD സതീശന്റെ നിലപാട് എന്തായിരുന്നു? കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിനെ പോലെയല്ലേ VD സതീശൻ സംസാരിച്ചത്? കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റിനെ പോലെയല്ല ഗോവിന്ദൻ സംസാരിച്ചത്? അപ്പോൾ ഇവിടെ നിങ്ങളുടെ തീവ്ര നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചില വൈദികരല്ലെങ്കിൽ ചില ബിഷപ്പുമാരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം വരുമ്പോൾ അത് രാഷ്ട്രീയമായ പ്രതികരണമാകുമ്പോൾ മറിച്ചുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പിണറായി വിജയനിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവാം, VD സതീശിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ ഇവിടെ വലിയ സ്നേഹ സന്ദേശ യാത്ര നടത്തി. ഇവിടെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് വേണം. സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾ വിശാലമായി സമ്മതിച്ചു. നിങ്ങൾ ഇവിടെ ക്രിസ്ത്യൻ വോട്ട് കൊണ്ട് ജയിച്ചു. ഇവിടെ നിങ്ങൾ ക്രിസ്ത്യൻ പുരോഹിതരെയും സഭയെയും ആവോളം പുകഴ്ത്തുന്നു. എന്നിട്ട് അവിടെ നല്ല അടി കൊടുക്കുന്നു, അവിടെ പള്ളികൾ തകർക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഇവിടേക്ക് നോക്കിയാൽ മതി. നിങ്ങൾ വടക്കോട്ടേക്ക് നോക്കരുത്. ഇവിടുത്തെ ക്രിസ്ത്യാനികളെ നിങ്ങൾ ഇവിടേക്ക് നോക്കൂ. സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഒരു ക്രിസ്ത്യാനിയും ഒരു വടക്കേ ഇന്ത്യയിൽ വേട്ടയാടാൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അത് ഞങ്ങൾ സഭാ നേതൃത്വത്തിന് കൊടുക്കുന്ന ഉറപ്പാണ്. അവിടെ നിങ്ങൾ ഇതുപോലെയുള്ള വിവിധ ബജരംഗങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട്, ഹനുമാൻ സേനയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പലതരം വിദ്വേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം.
പക്ഷെ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു സംശയം വേണ്ട, ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇവിടെ ക്രിസ്മസ് ദിനത്തിൽ സ്കൂളുകളിൽ ക്രിസ്മസ് ട്രീക്ക് നേരെ നടന്ന ആക്രമണം ഓർമ്മയുണ്ടല്ലോ. അതേ സമയമാണ് അവിടെ ബിഷപ്പുമാരുടെ അതിഥിയായി പ്രധാനമന്ത്രി പങ്കെടുത്തത്. അപ്പോൾ അവരുടെ മര്യാദയായിരുന്നു. അവരുടെ മര്യാദ കൊണ്ട് അവർ നല്ല സൗമ്യമായ ഭാഷയിലേ പ്രതികരിച്ചിട്ടുള്ളൂ. മോദിയോട് അവരുടെ ആശങ്ക പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാ കാലത്തേക്കുമുള്ളതാണെന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങളെ വോട്ട് നൽകി ഇവിടെ ജയിപ്പിച്ചിട്ട് നിങ്ങൾ അവിടെ വൈദികരെ ആക്രമിക്കുക, പള്ളികൾ തകർക്കുക, ഇവിടെ അങ്ങനെയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അവർക്ക് വിശ്വസിക്കാനാവുക? ഇതാണോ രീതി? അങ്ങനെയല്ലല്ലോ സ്മൃതി. ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിന് വരുന്ന മുമ്പിൽ ഈ ക്രൈസ്തവർക്കെതിരെയുള്ള വേട്ടയുടെ എണ്ണം അങ്ങീ പറയുന്ന കണക്ക് ഈ പെന്തക്കോസ്തുകാർ മതപരിവർത്തനം നടത്താൻ പോയിട്ട് അവർക്ക് അടി കിട്ടിയ കേസല്ല. ഞാൻ പറഞ്ഞ ഒഫീഷ്യൽ ആയിട്ടുള്ള സംഘടനകളുണ്ടല്ലോ, ആ ഒഫീഷ്യൽ സംഘടനമാരെ നിരം നോക്കൂ. ഇവിടെ ഇപ്പോൾ ജബൽപൂർ ആയിക്കോട്ടെ, ജബൽപൂരിലൊക്കെ ക്രൈസ്തവ പാരമ്പര്യം എന്ന് പറയുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. മധ്യപ്രദേശിലെ ക്രൈസ്തവ പാരമ്പര്യം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ഒറീസയിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. നോക്കൂ, ചില കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് സഭാ നേതൃത്വമായിട്ട് സമവായത്തിൽ പോവുക എന്നുള്ളത് തന്നെയാണ്. ദീപിക മുഖപത്രത്തിൽ വന്നിരിക്കുന്ന ലേഖനം എന്ന് പറയുന്നത് പെന്തക്കോസ്തുകാരുടെ കണക്കുദ്ധരിച്ചല്ല കേട്ടോ. അതൊന്ന് മനസ്സിലാക്കൂ. അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അല്ല, നിങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഉത്തരേന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, എല്ലാ മതവിഭാഗത്തിലും തീവ്രമായി ചിന്തിക്കുന്ന 0.001% ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ 2024 കണക്കാണ് പറയുന്നത്. പറയട്ടെ മാഡം, നിങ്ങൾ ആ കണക്കും പഴയ കണക്കും താരതമ്യം ചെയ്യേ. നിങ്ങൾ പഴയ ക്രൈസ്തവർക്ക് നേരെയുള്ള ക്രൈസ്തവർക്ക് നേരെയുള്ള സംഘടിതമായ ആക്രമണം നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളാണ്. ഗ്രഹാം സ്റ്റെയിനെ ചുട്ടുകൊന്നത് മുതലുള്ള കണക്കാണോ എടുക്കേണ്ടത്? അങ്കമാലിയിലെ ഗ്രഹാം സ്റ്റെയിനിലേക്കൊന്നും പോവല്ല സ്മൃതി. ഇവിടെ ഗർഭിണിയായ ഫ്ലോറിയെ വെടിവെച്ച് കൊന്നത് ഈ കേരളത്തിലാണ്. ഏറ്റവും വലിയ ക്രൈസ്തവ വേട്ട നടന്നത് വിമോചന സമരത്തിലാണ്. അത് നിങ്ങൾക്കറിയുമോ? ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വേട്ട നടന്നത് ഈ കേരളത്തിലാണ്. അപ്പൊ നിങ്ങൾ ഗ്രഹാം സ്റ്റെയിനിലേക്കോ കാണ്ടാറിലേക്കൊന്നും പോവല്ലേ? ഈ കേരളത്തിലെ ക്രിസ്ത്യാനിയെ നിരന്തരമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ബിഷപ്പിനെതിരെ പള്ളി ആക്രമിക്കുന്നു. ഈ കേരളത്തിൽ ക്രിസ്ത്യാനിയായിട്ടുള്ള എന്ത് ന്യായം പ്രിന്റു? ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ ഒരു ആക്രമണത്തിന്റെ ബാധ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ആരെയും ആക്രമിക്കില്ല. ഉത്തരേന്ത്യയിൽ അവസാനത്തെ ക്രിസ്ത്യാനിയെയും BJP സംരക്ഷിക്കും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. വോട്ട് മേടിച്ച സഹമന്ത്രി പറഞ്ഞ പ്രതികരണം കണ്ടല്ലോ. കേരളം കണ്ടു, കേരളം വിലയിരുത്തിയിട്ടുമുണ്ട്. എന്താ അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? സഹമന്ത്രിയോട് ഇത്തരം ഒരു ചോദ്യം ചോദിക്കുന്ന നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ ഉദ്ദേശം എന്തായിരുന്നു? കേരളത്തിൽ BJPക്ക് അനുകൂലമായിട്ട് ക്രൈസ്തവ നേതൃത്വം നിൽക്കുന്നു. സഹമന്ത്രിയോട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട എന്തു ചോദ്യവും ചോദിക്കും. അങ്ങനെയല്ലല്ലോ. നിങ്ങളല്ല മാധ്യമ പ്രവർത്തകർ. നോക്കൂ, അദ്ദേഹത്തിന് പിന്നാലെ ഏത് സമയത്തും പോയിട്ട് മാധ്യമ പ്രവർത്തനത്തിന് ഒരു നിലവാരമുള്ള സ്മൃതി. എനിക്ക് കാണണ്ട സിനിമാ സ്റ്റൈലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനം ഇതൊന്നും കാണില്ല കേട്ടോ. അല്ല, കടക്ക് പുറത്ത് എന്ന് നിങ്ങളോട് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ കടക്ക് പുറത്ത് നിങ്ങളോട് ആദ്യമായിട്ട് പറഞ്ഞതാരാണ്? നിങ്ങളല്ലേ മാധ്യമ പ്രവർത്തകരെല്ലാം പിതൃശൂന്യന്മാരാണെന്ന് ആദ്യത്തെ പരാമർശം ഈ കേരളത്തിൽ നടത്തിയതാണ് ഇടതുപക്ഷമല്ലേ? ഞങ്ങളുടെ മാധ്യമങ്ങളുടെ മാതൃക ഒരു മൈക്കും പിടിച്ചുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രിയുടെ പിറകെ ഓടിച്ചെന്നുകൊണ്ട് അദ്ദേഹത്തിനെ കുത്തുന്നത് പോലെ പോയിക്കൊണ്ടുള്ളതാണോ മാധ്യമ പ്രവർത്തനം? അല്ലല്ലോ. അതിനൊരു മര്യാദയില്ലേ? അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തിരക്ക് എടുത്ത് നിങ്ങൾ തള്ളി വെക്കണ്ട. മൈക്കും കൊണ്ട് കുത്തിയിട്ടൊന്നുമില്ല, മൈക്ക് കൊണ്ട് ചോദിച്ചിട്ടേ ഉള്ളൂ. ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ സിനിമ എല്ലാവർക്കും ബാധകമാണ്. നിരന്തരമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ എല്ലാ മാധ്യമ പ്രവർത്തകരും പറയുന്നില്ല. ഈ അഹങ്കാരത്തിനൊക്കെ ജനം തന്നെ മറുപടി കൊടുക്കും, അത്രേ പറയാനുള്ളൂ. ശ്രീ ഷൈജു ആന്റണി ഓർഗനൈസറിൽ വന്ന ലേഖനം വന്ന ശേഷം കുറച്ചു കഴിഞ്ഞ് എടുത്തു മാറ്റിയ ലേഖനം, അതിനിപ്പോൾ പറയുന്ന ഒരു ന്യായം, ഇത് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ കണക്കുകളാണ്. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ കണക്കുകളാണ് ഓർഗനൈസറിൽ കൊടുക്കുക. അതൊരു പുതിയ വിവരമാണ് കേട്ടോ. അത് നടാടെയുള്ള ഒരു സംഭവമായിരിക്കും ഒരു പക്ഷേ. ജമാഅത്തെ ഇസ്ലാമി കൊടുക്കുന്ന കണക്കുകൾ അതേപടി വിശ്വസിച്ചുകൊണ്ട് ഓർഗനൈസറിൽ വരുന്നു, അത് പിന്നീട് പിൻവലിക്കുന്നു വിവാദം വന്ന ശേഷം. അതിൽ സഭയുടെ സ്വത്തുക്കൾ, കേന്ദ്ര സർക്കാരിന്റെ സ്വത്ത് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് വഖഫ് ബോർഡിനല്ല, യഥാർത്ഥത്തിൽ അത് സഭയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണക്കുകളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ ചർച്ച് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ.
ചർച്ച് ബില്ല് ഇവിടേക്ക് കൊണ്ടുവരും എന്നുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടക്കുമോ? നിങ്ങൾ എന്താണ് ആശങ്കപ്പെടുന്നത്? ചർച്ച് ബില്ല് നേരത്തെയും ചർച്ചയ്ക്ക് വന്നിരുന്നതാണ്. ആ സമയത്ത് സഭ ഒന്നടങ്കം എതിർത്തു. പക്ഷേ ഇപ്പോൾ ഇതാ ഈ വഖഫ് ഭേദഗതി നിയമത്തെ അതിനെ പിന്തുണയ്ക്കുന്ന സമീപനം ഇവിടെ കാണിക്കുമ്പോൾ അതും വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ലേ? അപ്പോൾ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? ഷൈജു ആന്റണി. സ്മൃതി, ഞാൻ ഇതിനകത്ത് ഒരൊറ്റ കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓർഗനൈസറിൽ വന്ന ലേഖനത്തിലുള്ള കണക്കുകൾ നിങ്ങൾ എടുക്കുക. ആ കണക്കുകൾ എന്തൊക്കെയാണെന്നറിയാം. എത്ര നഴ്സറി സ്കൂളുണ്ട്, എത്ര ഡിസ്പെൻസറി ഉണ്ട്, എത്ര കക്കൂസ് ഉണ്ടെന്ന് വരെ അതിനകത്ത് എഴുതുമോ എന്നുള്ളതാണ് ഇനി സംശയം. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ പ്രിന്റുവിന്റെ അടുത്ത് ഞാൻ തിരിച്ചു വരാം. മഹാദേവന്റെ അടുത്ത് ഞാൻ തിരിച്ചു വരാം. ഇത് എന്റെ സമയം, എന്റെ ഊഴം, ഞാൻ സംസാരിക്കട്ടെ. കുറച്ച് വേഗത്തിലായി പോയി. കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണല്ലോ. ദിവസം 2 ലേഖനം വെച്ചാണല്ലോ. ദിവസം 2-3 ലേഖനം വെച്ചാണല്ലോ കുറച്ച് ദിവസമായിട്ട്. ശരി, ഒന്ന് പറയട്ടെ. ഷൈജു ആന്റണി പറയട്ടെ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബോഡി അല്ല. ആ സഭയ്ക്കകത്ത് വിവിധ സഭകളുണ്ട്. ആ സഭയ്ക്കകത്ത് അനേകം കോൺഗ്രിഗേഷനുകളുണ്ട്. അത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നോക്കി കണ്ടുപിടിക്കാവുന്ന ഒരു സാധനമല്ല. അതിന് അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തണമെങ്കിൽ ഞാൻ ഇന്നും നിങ്ങളോട് പറയാം, CBCI പ്രസിഡന്റിനോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ കണക്കുണ്ടാവില്ല. അതായത് RSS കാലങ്ങളായി പുറകെ നടന്ന് സർവേ നടത്തിയെടുത്ത കണക്കുകളാണത്. എന്തിനു വേണ്ടി അവർ കണക്കെടുത്തു? അവർ വെറുതെ കണക്കെടുത്തതല്ല. അവരെന്തിനു വേണ്ടി കണക്കെടുപ്പ് നടത്തി എന്ന് പറയണം. വളരെ കൃത്യമായി RSS പുറകെ നടന്ന് വർഷങ്ങൾ കൊണ്ടുവന്ന് അനേക കോൺഗ്രിഗേഷനുകളുണ്ട്. ഇവിടെ CMI സഭ വേറെയാണ്, CST വേറെയാണ്, SD സന്യാസിനി സഭ വേറെയാണ്. അങ്ങനെ അനവധി കോൺഗ്രിഗേഷനുകളുണ്ട്. ഇതെല്ലാം വേറെ വേറെ സ്ഥാപനങ്ങളാണ്. ആ എല്ലാ സ്ഥാപനങ്ങളുടെയും വിവിധ സ്ഥലങ്ങളിലുള്ള കണക്കുകളെടുത്ത് കൃത്യമായി ഇത്ര ഡിസ്പെൻസറികൾ, ഇത്ര നഴ്സിംഗ് കോളേജുകൾ, ഇത്ര മെഡിക്കൽ കോളേജുകൾ, ഇത്ര ആശുപത്രികൾ, ഇത്ര നഴ്സറികൾ, ഇത്ര സ്കൂളുകൾ എന്ന് പറഞ്ഞ് കണക്കെടുക്കണമെങ്കിൽ അതൊരു ചെറിയ ജോലിയല്ല. നാളുകൾ നീണ്ട പരിശ്രമത്തിന്റെ പിന്നിൽ നടന്ന ഒരു ജോലിയാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ശ്രീ സുരേഷ് ഗോപി MP ആകുന്നതിന് മുമ്പ്, സ്ഥാനാർത്ഥി പോലും ആകുന്നതിന് മുമ്പ് എറണാകുളത്ത് വന്നു നിന്ന് ചർച്ച് ബോർഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വിവിധ ആളുകളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതാദ്യമായി നടന്നതല്ല. ഞാൻ അടക്കമുള്ള പല ആളുകളുമായി ശ്രീ സുരേഷ് ഗോപി ചർച്ച നടത്തിയിട്ടുണ്ട്. ചർച്ച് ബോർഡ് കൊണ്ടുവരും. ആ ചർച്ച് ബോർഡ് കൊണ്ടുവരുമ്പോ ഇവരുടെ എല്ലാവരുടെയും പരിപാടി തീരും എന്ന് പലരുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. എറണാകുളത്ത് ചർച്ച നടത്തിയിട്ടുണ്ട്. എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാണ്, അപ്പോ ഇത് അവരുടെ ഹിഡൻ അജണ്ടയല്ല. അവർ കാലങ്ങളായി കരുതിക്കൂട്ടി ഒരു ചർച്ച് ബോർഡ് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും ആ തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും ആ പഠിച്ചതിന്റെ വെളിച്ചത്തിൽ ഒരു ലേഖനമുണ്ടാക്കി അത് അബദ്ധത്തിൽ കുറച്ച് നേരത്തെ പ്രസിദ്ധീകരിച്ചു പോയി. അപ്പൊ ഇപ്പൊ ഇവിടെ ഉള്ള ചോദ്യം അതല്ല, എന്തിന് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരിയായി എന്തിന് നിങ്ങളത് പഠിച്ചു എന്ന് പറയണം. എന്തിനാണ് നിങ്ങൾ ഇതിന്റെ പുറകെ നടന്നത്? എന്താണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ നിങ്ങളോട് ചെയ്ത അപരാധം? നിങ്ങൾ എന്തിനാണ് ഈ ക്രിസ്ത്യാനികളുടെ പുറകെ നടക്കുന്നത്? അവർക്ക് അവിടെ ഇവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങൾ എന്തിനാണ് പുറകെ നടക്കുന്നത്? എന്നിട്ട് ആ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ ഞങ്ങൾ കരയുമ്പോൾ നിങ്ങൾ പറയുന്നു ബജ്രംഗ് ദൾ കോൺഗ്രസിന്റെ ആണ്. ബജ്രംഗ് ദൾ ഏതാണെന്ന് അറിയണമെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കണം. പ്രിന്റു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാലേ വളരെ കൃത്യമായിട്ട് പറയും. ബജ്രംഗ് ദൾ എന്ന് പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യൂത്ത് ഓർഗനൈസേഷൻ ആണ്. ആ വെബ്സൈറ്റിൽ കയറി ഒന്ന് നോക്കിയിട്ട് പറയണം. നിങ്ങൾ വിടുന്നത്, നിങ്ങൾ അതിന്റെ കാര്യമല്ല പറയാം. പ്രിന്റുവിന്റെ സമയത്ത് പ്രിന്റ് പറഞ്ഞോളൂ. ഇപ്പൊ ഞാനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഇടയിൽ പ്രിന്റ് പറയേണ്ടതില്ല. അടുത്തത്, പ്രിന്റു ഇപ്പൊ പറയുന്നത് മുനമ്പത്തിന് പരിഹാരമായതാണ്. പ്രിന്റു, ഞാൻ നിങ്ങളോട്
വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. മുനമ്പത്തിന് എന്താ പരാതി? ഞാൻ ഇടപെടും. പറയട്ടെ, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇടപെടും. താങ്കൾക്ക് സമയം തരും. എന്റെ സമയം കഴിഞ്ഞ് നിങ്ങൾ മുനമ്പത്തെ ബില്ലിനെ കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട് മുനമ്പത്തെ നിവാസികള്. മുനമ്പത്തെ നിവാസികൾക്ക് ആശങ്കയൊന്നും നിങ്ങൾ പറയേണ്ട സുഹൃത്തേ. കെ.ടി. കുഞ്ഞുങ്ങളിലും എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? നിങ്ങൾ മുനമ്പത്ത് ജയിച്ചു നിൽക്കല്ലേ? നിങ്ങൾ അല്ല പറയുന്നത് പച്ചക്കള്ളമോ പച്ചക്കള്ളമൊക്കെ പറയുന്ന ആരും കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയത്ത് നിങ്ങൾ പറഞ്ഞോ. ഞാൻ പറഞ്ഞത് ഈ മുനമ്പം വിഷയത്തിൽ പരിഹാരമായി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു വൈദികരുണ്ട്. ആ വൈദികരെ ഞാൻ വിളിച്ചു ചോദിച്ചു ഏത് ക്ലോസ് പ്രകാരമാണ്. അദ്ദേഹം 2A എന്ന് പറഞ്ഞൊരു ക്ലോസ് പറഞ്ഞു. ഞാൻ ഈ ക്ലോസ് മേടിച്ച് വായിച്ചു നോക്കി. അത് പ്രകാരം ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്കും വായിച്ചു നോക്കാം. അത് പ്രകാരം പരിഹാരമില്ല. മുനമ്പം സമരവേദിയിൽ പോയി നിന്ന് പ്രസംഗിച്ചയാളാണ് ഞാൻ. മുനമ്പത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പറഞ്ഞ് പ്രസംഗിച്ചയാളാണ് ഞാൻ. ഇന്നും ഞാൻ പറയുന്നു, മുനമ്പം പ്രശ്നത്തിന് പരിഹാരമായോ എന്നറിയാൻ മുനമ്പം സമരസമിതിയുടെ നേതാക്കളെ വിളിച്ചു. നിങ്ങളുടെ നേതാക്കളെ. അവർ പറഞ്ഞത് കൂടുതൽ വ്യക്തതയായിട്ടില്ല, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. ഇന്നലെയല്ല ഇന്ന് സമരസമിതി നേതാക്കളുമായി ഞാൻ നേരിട്ട് സംസാരിച്ചതാണ്. അവർ പറഞ്ഞത് വ്യക്തതയായിട്ടില്ല. അവർ പറഞ്ഞത് ഇനി ചിലപ്പോൾ ഇതിനകത്ത് ഇല്ലെങ്കിൽ പുതിയ അമെൻമെന്റ് കൊണ്ടുവരുമായിരിക്കും. കേന്ദ്രമന്ത്രി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒരു മഹാസമ്മേളനം നടത്തുന്നുണ്ട്. ഇന്ന് സുരേഷ് ഗോപി സാർ വരുന്നുണ്ട്. ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇന്നും നിങ്ങളോട് പറയാം, നിങ്ങളുടെ സമരസമിതി നേതാക്കൾക്ക് പോലും ഈ വഖഫ് അമെൻമെന്റ് ബില്ല് പ്രകാരം ഒരു പരിഹാരം ഉണ്ടാകുമെന്ന വിശ്വാസമില്ല. ശരി, പരിഹാരം ഉണ്ടാക്കിയെന്ന പ്രതീതി സൃഷ്ടിക്കലാണ്. അതാണ് എനിക്ക് ഫാദറിനോട് ചോദിക്കാനുണ്ട്. ഫാദർ ആന്റണി വടക്കേക്കര, ഈ മുനമ്പത്തെ വിഷയം ഈ ട്രൈബ്യൂണലിന് മുന്നിലെത്തി കാര്യങ്ങൾ വൈകുന്നു. ഈ വഖഫ് ട്രൈബ്യൂണലാണ് ഒരു പ്രശ്നം എന്ന രൂപത്തിലാണ് അവിടെ ഇരിക്കുന്ന സമരം ഇരിക്കുന്ന നാട്ടുകാരും അങ്ങനെ ഒരു ആശങ്കയിൽ തന്നെയാണ്. അത് വൈകുന്നുമുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇനി ഈ ഭേദഗതിയിലൂടെ കളക്ടറുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ കളക്ടർ വളരെ പെട്ടെന്ന് പരിഹാരം കാണും, അങ്ങനെ ആ ഭൂമി അവർക്ക് തിരിച്ചു കിട്ടും എന്ന തെറ്റിദ്ധാരണയിലാണ് എന്ന് തോന്നുന്നു ആ സമരം ഇരിക്കുന്ന അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. പക്ഷേ അത് പിന്നെയും നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങാൻ ഒരു തടസ്സവുമില്ല. നിയമ പോരാട്ടം അത് തുടരുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അതെന്താണ് മനസ്സിലാവാത്തത്? ഞാൻ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയും വർദ്ധിച്ച അഭിമാനബോധത്തോടെയും ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ വർദ്ധിച്ച അഭിമാനത്തോടും കൂടിയാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഇന്നത്തെ ഈ കഴിഞ്ഞ 3/4 മണിക്കൂർ നേരത്തെ ഈ ചർച്ചയിൽ ഇരുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ BJPയുടെ പ്രതിനിധി പ്രിന്റു മഹാദേവും CPMന്റെ പ്രതിനിധി KT കുഞ്ഞിക്കണ്ണനും ഒക്കെ ക്രൈസ്തവ സഭകളെക്കുറിച്ച് വളരെ വാചാലമായി, ഒരുപക്ഷെ സഭയുടെ വക്താവ് എന്ന നിലയിൽ ഞാൻ സംസാരിച്ചതിനേക്കാൾ ഉപരിയായ സന്തോഷത്തോടുകൂടെ സഭയെക്കുറിച്ച് പറയുന്നത് കേട്ടു. ഒത്തിരിയേറെ സന്തോഷം. അതിലുള്ള ചാരിതാർത്ഥ്യം ഞാൻ ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഇപ്രകാരം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലും രാഷ്ട്രനിർമ്മാണത്തിലും ഏറെ സ്വാധീനവും നിർണായകമായ രീതിയിലുള്ള സംഭാവനകളും നൽകിയ ഒരു ക്രൈസ്തവ മതത്തെക്കുറിച്ചും മതത്തിന്റെ വിശ്വാസികളെക്കുറിച്ചും മതത്തിലെ മിഷണറിമാരെക്കുറിച്ചും വൈദികരെക്കുറിച്ചും സന്യസ്തരെക്കുറിച്ചും ഒക്കെയാണ് ആക്ഷേപകരമായ രീതിയിൽ പല പ്രാവശ്യം പല ആവർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുക. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ആതുര ശുശ്രൂഷ മേഖലയിലും ഒക്കെ എത്രമാത്രം വലിയ സംഭാവനകൾ നൽകിയ ഈ സഭയുടെ നേരെ ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ദേശീയ തലത്തിലൊരു ന്യൂസ് ഏജൻസിയും ഏതാനും ചില ഓൺലൈൻ പോർട്ടലുകളും നൽകിയ വ്യാജ വാർത്തയെ ആധാരപ്പെടുത്തിക്കൊണ്ട് സഭയെ അങ്ങ് പ്രതിരോധത്തിലാക്കി കളയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കണക്കുകളുമൊക്കെയായി ജമാഅത്തെ ഇസ്ലാമിയും അതുമല്ലെങ്കിൽ RSS ഒക്കെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അങ്ങോട്ട് കടുകിനകത്ത് കയറിയിരിക്കും എന്നൊന്നും ആരും കരുതിയേക്കല്ലേ. കാരണം നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, മതേതരമായ ഈ രാജ്യത്ത് അഭിമാനബോധത്തോടു കൂടി ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുള്ള ഒരു ജനവിഭാഗമാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയും ഞങ്ങൾക്ക് നേരെ ഇപ്രകാരം സംഘടിതമായി ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് പറയുമ്പോൾ ഉത്തരേന്ത്യയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും കേരളത്തിലും അങ്ങിങ്ങായി ഏതാനും ചില സംഭവങ്ങൾ ഇപ്രകാരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്റെ നാട്ടിൽ തന്നെയും ഈ കഴിഞ്ഞ ദിവസമാണ് എടൂര് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ എടൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു കുരിശുപള്ളിയിൽ അവിടെ ഉണ്ടായിരുന്ന കുരിശും അതുപോലെ തന്നെ അവിടുത്തെ നേർച്ചപ്പെട്ടിയും മുട്ടും തല്ലി തകർത്തത്, അവിടുത്തെ രൂപം തല്ലി തകർത്തത്. അതുകൊണ്ട് ഇതൊക്കെ ആവർത്തിച്ച് പല പ്രാവശ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടാകുന്നു എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കട്ടെ. ഇനി ചോദിച്ച ചോദ്യത്തിലേക്ക്
കാര്യത്തിലേക്ക് വരാം. മുനമ്പത്ത് സമരവിരുദ്ധ ജനങ്ങള് കഴിഞ്ഞ 175 ദിവസമായി അവർ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൂടെ നിന്നത് വഖഫിലുണ്ടായിരുന്ന ഏതാനും ചില നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാനുണ്ടായ കാരണം അത് നമ്മുടെ ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ലാത്തതുകൊണ്ടും അതോടൊപ്പം തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ അതിലംഘിക്കുന്നതായതുകൊണ്ടുമാണ്. അല്ലാതെ വഖഫ് നിയമത്തിന്റെ എല്ലാ നിയമങ്ങളും പ്രശ്നമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും മുസ്ലിം മതവിശ്വാസികൾ വഖഫ് ചെയ്യുന്നതിന് ഞങ്ങൾ എതിരല്ല. ഒരു മതങ്ങൾക്കും ഞങ്ങൾ എതിരല്ല. അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാകാതെ സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കേണ്ടവരാണ്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന അമെൻമെന്റ് ആക്ട് അനുസരിച്ച് അതിനകത്ത് ഏതാനും ചില ക്ലോസുകൾ വന്നിരിക്കുന്നത് കൂടുതൽ അനുകൂലമായ തരത്തിൽ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരുപക്ഷെ പറഞ്ഞതുപോലെ നിയമവ്യവഹാരങ്ങൾ ഇനിയും ഉണ്ടായേക്കാം. എങ്കിലും ആ ജനതയ്ക്ക് വലിയൊരു ആശ്വാസമായിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ അവർക്ക് പേടിക്കാതെ സമാധാനത്തോടെ അവരുടെ കാർന്നോമാര് തുടങ്ങി തലമുറകളായി കാശ് കൊടുത്തു വാങ്ങിച്ച് അവർ കിടന്നുറങ്ങുന്ന വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കും. ആ സ്വത്തിന് റവന്യൂ അവകാശങ്ങൾ ലഭിക്കും. അത് വെച്ചുകൊണ്ട് അവർക്ക് മക്കളെ പഠിപ്പിക്കാൻ പറ്റും, അല്ലെ പെൺകുട്ടികളുടെ കല്യാണം കഴിച്ച് അയക്കാൻ പറ്റും, മക്കളെ വിദേശത്ത് വിടാൻ പറ്റും, അവർക്കത് ബാങ്കിൽ പണയം വെച്ച് കടമെടുക്കാൻ പറ്റും. ഇപ്രകാരം റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആശ്വാസകരമായ ചിന്തയിലേക്ക് അവർ കടന്നു വന്നത് ഈ ക്ലോസുകളിൽ ചില മാറ്റങ്ങൾ വരുത്തിയപ്പോഴാണ്. അത് പൂർണ്ണമായും സാധിച്ചു കിട്ടും എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. എന്നാൽ പോലും ആശ്വാസകരമായ ചില മാറ്റങ്ങൾ ഈ അമെന്റ്മെന്റിലൂടെ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും വഖഫ് നിയമത്തിന് 40-ാം അനുച്ഛേദവും 52-ാം അനുച്ഛേദവും 103-ാം അനുച്ഛേദവും മാറ്റിയത് വഴിയായി ചില കാര്യങ്ങളിൽ നമുക്ക് കോടതികളിൽ ചലഞ്ച് ചെയ്യാനുള്ള അവകാശം ലഭിച്ചില്ലേ? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതുകൊണ്ട് തന്നെയും വഖഫിന്റെ ട്രൈബ്യൂണലാണ് ഉന്നതമായ കോടതി, അതല്ലാതെ മറ്റെവിടെയും ചലഞ്ച് ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ആശ്വാസം വില കുറച്ച് കാണരുത് കേട്ടോ. നിങ്ങൾ ഇപ്രകാരം പറഞ്ഞ് പല പ്രാവശ്യം ഇപ്രകാരം അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൊഴിലാളികളുടെ വിഷയം എന്നുള്ളത് അവരോട് സഹാനുഭൂതിയോടുകൂടി അവരോട് സ്നേഹത്തോടു കൂടി തന്നെ പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ അത് പരിഹരിച്ചു എന്ന രൂപത്തിൽ പറയുന്നത് അത് യഥാർത്ഥത്തിൽ പരിഹരിച്ചിട്ട് തന്നെയാണോ എന്ന ചോദ്യമാണ് അവിടെ അവശേഷിക്കുന്നത്. അത് ഇനിയും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാമല്ലോ ഫാദർ. വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, പ്രിൻസു മഹാദേവ്, ഫാദർ ആന്റണി വടക്കേക്കര, ഷൈജു ആന്റണി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.